ഇവിടെ ഇത് നടക്കൂല. സാർ ഞാൻ പറയുന്നു. ഹലോ സാർ, എടി അങ്ങനെ നാളെ ലീവ് തരൂലെന്ന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം ചെയ്യാം, അമ്മ കൂടെ ഇവിടെ. ആദ്യം പോയി ചോദിച്ചു നോക്കാം അമ്മ വരുമോ. അതിലിപ്പോ ചോദിക്കാൻ എന്തോ ഇരിക്കുന്നു. എന്ത് ചോദിച്ചിട്ട് വാ. അമ്മ നാളെ എനിക്ക് ലീവ് കിട്ടൂല. അമ്മ ഒന്ന് രേവതിയുടെ കൂടെ പോണേ. എവിടെ? നാളെ അല്ലേ അവളെ ചെക്കപ്പ് ഡേറ്റ്. നീ ഒരു കാര്യം ചെയ്, അവക്ക് ഊബർ പിടിച്ചു കൊടു. അമ്മ അവളെങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്ത്, അവിടെ ഒരുപാട് പിള്ളേർ ഒറ്റയ്ക്ക് വരണുണ്ട്, അതുകൊണ്ട് സാരമില്ല. ഊബറല്ലേ, ഞാൻ പൊക്കോളാം. നിങ്ങളിപ്പോ എവിടെ പോണു? അമ്മ ഇവക്കെ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കണം ആഗ്രഹം. നമ്മൾ പോയിട്ട് വരാം. ഈ പാതിരാത്രിക്കാ? നാളെ പോയാ പോരെ? ആ മോളെ, ആഹാരം എടുത്തു വെച്ചിട്ടുണ്ടേ, എടുത്ത് കഴിക്ക്. സാമ്പാർ ഇരിപ്പുണ്ടാവുമെങ്കിൽ ഞാൻ അത് വെച്ച് കഴിച്ചോളാം. ഉണ്ടാക്കിയില്ല മക്കളെ, നീ ഒരു കാര്യം ചെയ്, മലക്കറി അരിഞ്ഞ അവിടെ ഇരിപ്പുണ്ട്, ഒരു 10 മിനിറ്റല്ലേ വേണം, നീ പോയി ഉണ്ടാക്കിക്കാം. ശ്രീ, ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടോ. എനിക്കിവിടെ പറ്റണില്ല ശ്രീ, ഒട്ടും പറ്റണില്ല. എനിക്ക് എൻ്റെ അമ്മയെ മിസ് ചെയ്യുക. അവിടെ ആണെങ്കിൽ അവർ വേണം നല്ലോണം നോക്കൂലേ. പക്ഷെ നീ പോയാലേ നമ്മളെ കുടുംബത്തിൽ അതൊരു ചർച്ചയാകും. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ച് ഞാൻ അപ്പം നിൽക്കണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്തായാലും നമുക്ക് 7-ാം മാസത്തിന്റെ ചടങ്ങ് നടത്തിയിട്ട് വീട്ടിലോട്ട് പോകണം. അത്രയുള്ള കാര്യമല്ലോ. വെയിറ്റ്. അവിടെ കൂടി അങ്ങോട്ട് പോയാ നിനക്ക് ഓഫീസിൽ പോകാൻ പറ്റുമോ? അങ്ങും ഇങ്ങുമായിട്ട് എങ്ങനെ നിൽക്കൂ നീ? ഇവിടെ രേവതി ഇവിടെ നിൽക്കട്ടെ, അവളെ നോക്കണതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിപ്പം അവളെ വിളിച്ചോണ്ട് പോണ ചടങ്ങൊക്കെ ഇല്ലേ? ഇവിടെ ചടങ്ങ് നടക്കട്ടെ, 1-2 ആഴ്ച അവൾ അവിടെ നിൽക്കുകയും ചെയ്യട്ടെ, എന്നിട്ട് പോയി നീ അവളെ വിളിച്ചോണ്ട് പോവാ. തൽക്കാലം ഈ കാര്യം നീ അവളുടെ അടുത്ത് പറയാൻ നിൽക്കണ്ട. ഞാൻ വീട്ടിലോട്ട് പോകും. രഘു, ശ്രീ എന്നെ കൊണ്ടാക്കിയൊന്നും വേണ്ട, ഞാൻ ഊബർ വിളിച്ച് പൊക്കോളാം. അതാണല്ലോ ശീലം. രഘു നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് എൻ്റെ അമ്മയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ശ്രീ. അമ്മയുടെ സ്നേഹമൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ അമ്മ എന്നെ എൻ്റെ അമ്മ മിസ് ചെയ്യാത്ത രീതിയിലാണ് എന്നെ സ്നേഹിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്കിപ്പോൾ പ്രധാനം എനിക്ക് സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞിനെ കൂടെ നാളെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുന്ന സ്ഥലത്തോട്ട് ഞാൻ പോകണം, അത്രയേ ഉള്ളൂ.